ഈ കൈകൾ കണ്ട പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഡയാലിസിസ് ചെയ്ത് ഇനി ഇവിടെ ചെയ്യാൻ ഞരമ്പുകളില്ല, ഈ കൈയിലും ഞരമ്പുകളില്ല. ഇപ്പൊ തൊണ്ടക്ക ചെയ്യുന്നത് അവസാന സമയമാണ് ഇപ്പൊ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് എന്തെങ്കിലും പറ്റിയോ? എനിക്ക് ആരുള്ളത്? നമ്മളിപ്പോ ഉണ്ടോ? നമ്മളമ്മ മരിച്ചില്ലേ? ഞാൻ റഫീഖിന്റെ പെങ്ങളാണ്. എന്റെ കുട്ടി കുറെ ഇത് അനുഭവിക്കണം. ഞങ്ങൾ മുന്നിൽ വേറൊരു വഴിയില്ലാഞ്ഞിട്ടാണ് ഞങ്ങളെ മുന്നിലേക്ക് വന്നിക്കണത്. ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾക്ക് ഞങ്ങളെ ഉപ്പയില്ല അമ്മയില്ലാത്തൊരവസ്ഥയാണ്. ഞങ്ങൾ മുന്നിൽ വേറൊരു വഴിയില്ലാഞ്ഞിട്ടാണ് ഞങ്ങളെ മുന്നിലേക്ക് വന്നിക്കണത്. ഞങ്ങളെ സഹായിക്കണം. ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ കഴിയാതെ തന്റെ സങ്കടം തന്റെ പെറ്റുമ്മാനോട് പറയാൻ പെറ്റുമ്മ പോലും ഇല്ലാതെ ഈ ചെറുപ്പക്കാർ ഇന്ന് ഇവിടെ കിടന്ന് അനുഭവിക്കുന്ന വേദന നിങ്ങൾ ആരും കാണാതെ പോകരുത് പ്രിയമുള്ളവരെ. ഈ ചെറുപ്പക്കാരനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായ 30 ലക്ഷം രൂപ കണ്ടെത്തുന്നത് വരെ നിങ്ങൾ എല്ലാവരും ഞങ്ങളോടൊപ്പം ഉണ്ടാവണം. ഒരു നാട് മുഴുവൻ ഒത്തൊരുമിച്ച് ഈ ചെറുപ്പക്കാരന് വേണ്ടി രംഗത്തേക്ക് ഇറങ്ങുമ്പോ അതോടൊപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ വേണം. വേദനയുള്ള പ്രയാസമുള്ള ഒരു ചെറുപ്പക്കാർക്കും സഹിക്കാൻ കഴിയാത്ത വേദനയാണ് ഈ ചെറുപ്പക്കാരന്റെ അവസ്ഥ. ഡയാലിസിസ് ചെയ്ത് ഇനി ഡയാലിസിസ് ചെയ്യാൻ കൈകളിലൊക്കെ ശരീരത്തോ ഞരമ്പുകളില്ലാതെ മറ്റ് അവയവങ്ങളിലേക്ക് വരെ ഈ അസുഖം ബാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനി രക്ഷപ്പെടുത്താൻ ഒരേ ഒരു മാർഗമുള്ളൂ പ്രിയമുള്ളവരെ നമുക്ക് മുന്നിൽ. എത്രയും പെട്ടെന്ന് കിഡ്നി മാറ്റിവെക്കുക എന്നുള്ളത്. ഒരു പ്രവാസിയായ ഒരു ബാർബർ തൊഴിലാളിയായ ഈ ചെറുപ്പക്കാരനെ രക്ഷപ്പെടുത്താൻ നിങ്ങൾ എല്ലാവരും ഞങ്ങളോടൊപ്പം ഉണ്ടാവണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷാജഹാൻ നിലമ്പൂരാണ്. ഒന്ന് സങ്കടം പറയാൻ പോലും മാതാപിതാക്കളില്ലാത്ത ഈ ചെറുപ്പക്കാരന്റെ അവസ്ഥ ഇത് കാണുന്ന കാരുണ്യ മനസ്സുകളായ നിങ്ങൾ എല്ലാവരും കാണണം. വല്ലാത്തൊരു പ്രയാസമാണ് പ്രിയമുള്ളവരെ. കഴിഞ്ഞ 2 വർഷക്കാലങ്ങളായി ഇരുവൃക്കകളും നഷ്ടപ്പെട്ട് മലപ്പുറം ജില്ലയിലെ കുന്നപ്പള്ളി മാമ്പ്രപ്പടി എന്ന് പറയുന്ന പ്രദേശത്ത് താമസിക്കുന്ന റഫീഖ് എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരന്റെ ദയനീയ അവസ്ഥയാണ്. ഒരു ബാർബർ തൊഴിലാളിയായിരുന്നു ഇദ്ദേഹം. ബാർബർ തൊഴിലാളിയായിട്ട് ജീവിക്കുന്ന സമയത്ത് പ്രവാസ ലോകത്തേക്ക് പോയി ഒരു പ്രവാസിയായി ജീവിച്ച് അവിടുന്ന് വലിയ തരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ സംഭവിച്ച് നാട്ടിലേക്ക് വരേണ്ടി വന്നപ്പോ അവനെ കാത്തിരുന്നത് വലിയ മാരകമായ അസുഖമാണ്. ഇരുവൃക്കകളും നഷ്ടപ്പെട്ട് ഇന്ന് ഡയാലിസിസ് ചെയ്ത് മുന്നോട്ട് നിർദ്ദേശപ്രകാരം ഡോക്ടർമാര് എമർജൻസി ആയിട്ട് ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ ഈ പ്രിയപ്പെട്ടവന്റെ ഇരുവൃക്കകളും മാറ്റിവെക്കണം. അതിന് വേണ്ടതോ ഭീമമായ 30 ലക്ഷം രൂപ. അത് കണ്ടെത്താൻ യാതൊരു നിവൃത്തിയില്ലാതെ ഒന്ന് സങ്കടം പറയാൻ പോലും മാതാപിതാക്കളില്ലാത്ത ഈ പ്രിയപ്പെട്ട സഹോദരൻ ജീവിക്കാൻ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും. എന്റെ പ്രായത്തിലുള്ള ചെറുപ്പക്കാരൊക്കെ കല്യാണം കഴിച്ച് കുട്ടികളും സന്തോഷത്തോടുകൂടിയൊക്കെ ജീവിക്കുമ്പോൾ ഈ പ്രിയപ്പെട്ടവൻ അസുഖം ബാധിച്ച് വേദനയോടുകൂടി ഈ വീടിന്റെ ഉള്ളിൽ ഇങ്ങനെ കഴിയാന്ന് പറയുമ്പോൾ നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയില്ല. അത്രത്തോളം വേദനയോടുകൂടിയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് മുന്നിൽ ഈ ഒരു അവസ്ഥ ഞാൻ സമർപ്പിക്കുന്നത്. ഒരു പെങ്ങളുള്ളത് വാടക വീട്ടിൽ താമസിക്കുകയാണ്. ആകെ കൂടപ്പുറപ്പായിട്ടുള്ളത് ഒരു പെങ്ങളാണ്. അതുകൊണ്ട് ഈ സഹോദരൻ ഒറ്റയ്ക്ക് ജീവിക്കുക എന്നൊക്കെ പറയുമ്പോൾ വല്ലാത്തൊരു വേദനയാണ് പ്രിയമുള്ളവരെ. അപ്പയും ഉമ്മയും നഷ്ടപ്പെട്ട ഈ പ്രിയപ്പെട്ടവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നിങ്ങളല്ലാതെ ആരും തന്നെ ഇല്ല. പ്രിയപ്പെട്ടവരെല്ലാവരും ഈ കാഴ്ച കാണുന്ന എല്ലാവരും മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കണം. അതേപോലെ തന്നെ നിങ്ങളെ കൊണ്ട് കഴിയുന്നത് ഒരു 10 രൂപയാണെങ്കിൽ ആ 10 രൂപയെങ്കിലും നൽകി ഈ സഹോദരനെ സഹായിക്കണമെന്ന് വിനീതമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ കുന്നപ്പള്ളി മഹല്ല് ഖത്തീബാണ്. ഈ മഹല്ലിൽ താമസിക്കുന്ന ചിറക്കൽ പരേതനായ ഹംസ എന്നവരുടെ മകൻ മുഹമ്മദ് റഫീഖ് കിഡ്നി സംബന്ധമായ വലിയ പ്രയാസത്തിലാണ്. അദ്ദേഹത്തിന് ചികിത്സക്ക് വലിയൊരു സംഖ്യ ആവശ്യമാണ്. അത് ആ കുടുംബത്തെ സംബന്ധിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയാണ്. അപ്പം അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാ സഹോദരന്മാരും അദ്ദേഹത്തിൻ്റെ ആ ചികിത്സാ സഹായത്തിലേക്ക് ഉദാരമായി സംഭാവന ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ്. പ്രിയമുള്ളവരെ, അസ്സലാമു അലൈക്കും. ഞാൻ കുന്നപ്പള്ളി മഹല്ല് സെക്രട്ടറിയും പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിലെ 21ാം വാർഡ് കൗൺസിലറുമായ പത്തത്ത് ആരിഫാണ്. നമ്മളിന്നിവിടെ കൂടിയിട്ടുള്ളത് കുന്നപ്പള്ളി ചിറക്കൽ ഹംസയുടെ മകൻ മുഹമ്മദ് റഫീഖ് എന്നവരുടെ ചികിത്സയുടെ ആവശ്യാർത്ഥമാണ്. 2 കിഡ്നിയും നഷ്ടപ്പെട്ട് ജീവിതം വളരെ പ്രയാസമായി കഴിയുന്ന ഒരു സാഹചര്യത്തിലാണ് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം കിഡ്നി മാറ്റിവെക്കുകയല്ലാതെ ഈ സഹോദരനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേറെ ഒരു വഴിയുമില്ല. ചികിത്സയ്ക്ക് വേണ്ടി നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് നീങ്ങണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ പേര് ഷാഹുൽ ഹമീദ്, പെരിന്തൽമണ്ണ മുനിസിപ്പൽ കൗൺസിലറാണ്, വാർഡ് 24.
എൻ്റെ തൊട്ടടുത്ത വാർഡായിട്ട് 23 താമസിക്കുന്ന ചെറുക്കൽ ഹംസ മകൻ റഫീഖ് ആണ് ഈ പറഞ്ഞിട്ടുള്ള വ്യക്തി. 2 വർഷമായിട്ട് ഡയാലിസിസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു പറഞ്ഞിട്ടുള്ള ഡോക്ടർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാമെന്നുള്ളത് മാത്രമാണ്. നാട്ടുകാരുടെ സഹായം, മറ്റുള്ളവരുടെ സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയമുള്ള സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ കുന്നപ്പള്ളി മഹല്ലിൻ്റെ പ്രസിഡന്റ് റിട്ടയേർഡ് അസിസ്റ്റന്റ് എഞ്ചിനീയർ എ അബ്ദുൽ സമദാണ്. നമ്മൾ കുന്നപ്പള്ളി 23-ാം വാർഡിൽ ചിറക്കൽ ഹംസ മകൻ മുഹമ്മദ് റഫീഖ് എന്നിവർ കിഡ്നി സംബന്ധമായ അസുഖം കാരണം വളരെ വിഷമത്തിലാണ്. യാതൊരു വിധത്തിലുള്ള അത്താണിയും വേറെയില്ല. അപ്പോൾ നാട്ടുകാരായ നിങ്ങളുടെ എല്ലാവരുടെയും ഉദാരമായ സഹകരണവും സംഭാവനയും കൊണ്ട് മാത്രമേ ഇത് നമുക്ക് അദ്ദേഹത്തിനെ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധ്യമാവുകയുള്ളൂ. എൻ്റെ പേര് അമ്പിളി മനോജ്. പെരിന്തൽമണ്ണ നഗരസഭയിലെ 23-ാം വാർഡിൽ താമസിക്കുന്ന മുഹമ്മദ് റഫീഖ് എന്ന ആളുടെ ഇരുവൃക്കകളും തകരാറിലാണ്. അവർ പുതിയൊരു ജീവിതത്തിലേക്ക് വരണമെങ്കിൽ എല്ലാവരുടെയും സഹായം ആവശ്യമാണ്. എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് കൈകോർത്ത് നിന്നാൽ മാത്രമേ ഒരു ജീവിതം മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. എൻ്റെ പേര് രാധാകൃഷ്ണൻ. ഞാൻ ഈ നാട്ടിലെ സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെടുന്ന ഒരാളാണ്. ഈ മുഹമ്മദ് റഫീഖ് എന്ന് പറയുന്ന ഞങ്ങളുടെ നാട്ടുകാരൻ 2 വൃക്കകളും തകരാറിലായി വളരെ പ്രയാസത്തിലാണ്. പാവപ്പെട്ട കുടുംബത്തിലൊരു അംഗം കൂടിയാണ്. കൂടാതെ അവരുടെ വാപ്പയും ഉമ്മയും മരണപ്പെട്ടിട്ടുള്ള ഒരാൾ കൂടിയാണ്. നമ്മുടെ നാട്ടുകാരുടെ എല്ലാ സഹായങ്ങളും ഉണ്ടാകും. അതോടൊപ്പം നിങ്ങളും ഞങ്ങളെ സഹായിക്കണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു.